എന്തൊരു വികൃതിയാണ് ഈ കുരങ്ങനെ. ആ മാമ്പഴം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. ഇങ്ങനെയുണ്ടോ ഒരു വികൃതി? നൂലൻകുരങ്ങൻ മഹാവികൃതിയായിരുന്നു. അവന്റെ വികൃതികൾ കാട്ടിലെ മറ്റു ജീവികൾക്ക് വലിയ ശല്യമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ കുറച്ച് മരം വെട്ടുകാരെത്തി. അവര് കാടിന്റെ ഒരു ഭാഗത്ത് മരങ്ങൾ മുറിക്കുവാൻ തുടങ്ങി. മോനെ നൂല, കാട്ടിൽ മരം വെട്ടുകാർ എത്തിയിട്ടുണ്ട്. നീ അവിടേക്കെങ്ങും പോയേക്കരുതേ. അവരുടെ മുന്നിൽ പെട്ടാൽ അപകടമാണ്. ഉവ്വ്, സമ്മതിച്ചു. എങ്കിൽ അവിടേക്ക് ഇപ്പൊ തന്നെ പോയിട്ടേ ബാക്കി കാര്യമുള്ളൂ. മരം മുറിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മോനെ, അവിടെ പോയി നിന്റെ വികൃതി ഒന്നും കാണിക്കരുതേ. അധികം വൈകാതെ തന്നെ നൂലൻകുരങ്ങൻ അവിടെ എത്തി. ആ സമയം മരം വെട്ടുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് അവർ വിശ്രമിക്കുകയായിരുന്നു. അവിടെ എത്തിയ നൂലൻകുരങ്ങൻ മരം വെട്ടുകാരുടെ പണി ആയുധങ്ങൾ ഒന്നൊന്നായി എടുത്ത് കളിക്കുവാൻ തുടങ്ങി. ഒടുവിൽ നൂലൻകുരങ്ങനും അത് തന്നെ സംഭവിച്ചു. അങ്ങനെ അഹങ്കാരിയും വികൃതിയുമായ നൂലൻകുരങ്ങന് അവന്റെ വാല നഷ്ടമായി. വാലില്ല കുരങ്ങൻ പോണത് കണ്ടോ? കണ്ടേ കണ്ടേ. വാലില്ലാത്ത കുരങ്ങനെ കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം കളിയാക്കാൻ തുടങ്ങി. നൂലന് വല്ലാത്ത സങ്കടമായി. അവനൊരു വലിയ മരത്തിന്റെ മുകളിൽ കയറി ഇരിപ്പായി. അപ്പോഴാണ് ആ മരത്തിന്റെ പൊത്തില് എന്തോ തിളങ്ങുന്നത് നൂലൻ കണ്ടത്. ഇതൊരു വിളക്കാണല്ലോ. ആ, വാല് നഷ്ടപ്പെട്ട എനിക്ക് വനദേവത തന്നതാവും ഈ വിളക്ക്. ഏതായാലും ഇതിരിക്കട്ടെ. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. നിന്നെ സഹായിക്കാനാണ് ഞാൻ വന്നത്. എന്നെ സഹായിക്കാനോ? അതെങ്ങനെ? അതെ, ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാം. എന്റെ ഏതാഗ്രഹങ്ങൾ? നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും. പക്ഷേ 3 മാത്രം. ഹായ്, കോളടിച്ചു. 3 മരങ്ങളും വാങ്ങിച്ചിട്ട് വേണം ഈ കാട്ടിൽ രാജാവിനെ പോലൊന്ന് വിലസാൻ. ആദ്യം എൻ്റെ മുറിഞ്ഞ വാല് തന്നെ ചോദിക്കാം. എനിക്ക് എൻ്റെ മുറിഞ്ഞു പോയ വാല് തിരിച്ചു കിട്ടണം. ആദ്യം അത് കൊണ്ടുത്താ. ഓ, അതിനെന്താ? ഇതാ നിന്റെ വാല്, എടുത്തോളൂ. ഇതെന്താ ഭൂതമേ ഇങ്ങനെ? വാല് എൻ്റെ ദേഹത്ത് വെക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഓ, അത്രയേ ഉള്ളൂ. ദേഹത്തെങ്കിൽ ദേഹത്ത്. ഇതാ പിടിച്ചോ. അയ്യോ, ഇതെന്ത് പണിയായി കാണിച്ചത്?
വാല് വയറ്റിലാണോ വെക്കുന്നത്? പിന്നെവിടെയാ? അയ്യയ്യോ, വാലിരിക്കുന്നത് എവിടെയാണെന്നൊരു ഭൂതത്തിനറിയില്ലേ? ഇല്ലല്ലോ മിത്രമേ, എനിക്ക് വാലില്ലല്ലോ. ഇതാ ഇവിടെ വെക്കണം, മനസ്സിലായോ? ഓ, അങ്ങനെയോ? ഇതാ വെച്ചിരിക്കുന്നു. ഹായ് ഹായ് ഹായ്, എൻ്റെ വാല് തിരിച്ചു കിട്ടി. ഭൂതമേ, ഇനി എനിക്ക് ബാക്കിയുള്ള 2 വരങ്ങൾ കൂടി താ. നിനക്കു ഞാൻ 3 വരങ്ങളും തന്നു കഴിഞ്ഞു. ഏ, അതെങ്ങനെ? 1 വരമല്ലേ എനിക്ക് കിട്ടിയുള്ളൂ? വാലുകൊണ്ട് തന്നത് 1-ാമത്തെ വരം, അത് വയറ്റിൽ വെച്ച് തന്നത് 2-ാമത്തെ വരം, വാല് മാറ്റി വെച്ച് തന്നതാണ് 3-ാമത്തെ വരം. എന്നാലും ഇതൊരു ചതിയായിപ്പോയി. എടാ മണ്ട, വികൃതി കുരങ്ങ, നിനക്ക് വാലെങ്കിലും തിരികെ കിട്ടിയില്ലേ? അതുതന്നെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. ഇനിയെങ്കിലും ആരെയും ഉപദ്രവിക്കരുത്, മനസ്സിലായോ? പിന്നീട് ഒരിക്കലും അവൻ മറ്റു ജീവികളെ ഉപദ്രവിക്കുകയോ കളിയാക്കുകയോ ചെയ്തിട്ടില്ല. എന്നും ഈ വഴി വരുന്നതാ, എന്നാലും കാടായത് കൊണ്ടൊരു ഭയം. ഒരു കാര്യം ചെയ്യാം, പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കാം. അയ്യപ്പന്റെ മാനയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുക്കുവ പിള്ളേര് മുങ്ങിയെടുത്തു, തട്ടാപ്പിള്ളേര് തട്ടിയെടുത്തു. എന്താടാ കഴുതക്കുട്ടാ നിന്ന് കളഞ്ഞത്? നടന്ന് മടുത്തോ? നീ എന്തിനാ ഒച്ച വയ്ക്കുന്നത്? വേഗം നടക്ക്, ചന്തയിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. നിങ്ങൾ ഇനി ഒരിടത്തും പോവില്ല, അവിടെ നിൽക്കണം. ആരാണത്? ഈശ്വര, വല്ല കള്ളന്മാരും ആയിരിക്കും. അയ്യോ, രാക്ഷസൻ രാക്ഷസൻ! നിർത്തടോ, ഞാൻ രാക്ഷസനല്ല. രാക്ഷസനല്ലേ? പിന്നെ ആരാണ്? ഞാനാണ് ഭൂതം. എന്റെ മുന്നിൽ വന്നു പെട്ട നീ ഇപ്പോൾ എന്റെ അടിമയാണ്. ഇനി നിനക്ക് രക്ഷയില്ല. അയ്യോ, ഭൂതമോ? ദയവായി എന്നെ ഉപദ്രവിക്കരുതേ. നെയ്യപ്പം വിൽക്കാൻ ചന്തയിലേക്ക് പോകുന്ന ഒരു പാവം കച്ചവടക്കാരനാണേ ഞാൻ. എനിക്ക് വിശന്നാൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഞാൻ നോക്കാറില്ല. മുന്നിൽ വന്നു പെടുന്നവരാരായാലും അവനെത്തുന്ന് ഞാൻ വിശപ്പടക്കും. എന്നെ തിന്നരുതേ, എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥരാവും. വേണമെങ്കിൽ അങ്ങയുടെ വിശപ്പടക്കാൻ ഞാൻ നെയ്യപ്പം തരാം. ഞാനുണ്ടാക്കുന്ന നെയ്യപ്പത്തിന് നല്ല രുചിയാണെന്നാ എല്ലാവരും പറയുന്നത്. അങ്ങൊരെണ്ണം കഴിച്ചു നോക്ക്. നല്ല രുചി. ഇതുപോലൊരു നെയ്യപ്പം ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല. ഈ നെയ്യപ്പം മുഴുവൻ എനിക്ക് വേണം. അയ്യോ ഭൂതമേ, ഇത് ഞാൻ ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോകുന്നതാണേ. ഇത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാണ് ഞാനും എന്റെ കുടുംബവും ജീവിക്കുന്നത്. എന്നാ പിന്നെ എന്റെ വിശപ്പു മാറ്റാൻ ഞാൻ ഈ കഴുതയെ തിന്നോളാം. അയ്യോ വേണ്ട, എന്റെ കഴുതയെ തിന്നരുതേ. എന്നാൽ കഴുതയ്ക്കു പകരം ഞാൻ നിന്നെ തിന്നോട്ടെ. എന്നെയോ? ആ, നിന്നെ തന്നെ. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. സംസാരിച്ചു നിൽക്കാൻ ഇനി സമയവുമില്ല. ഞാൻ നിന്നെ പറ്റിക്കാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തിയില്ലെങ്കിൽ ഈ ഭൂതം എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു സൂത്രം പ്രയോഗിച്ചു നോക്കാം. എന്താടാ നീ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഭൂതങ്ങളൊക്കെ വലിയ മാന്ത്രിക ശക്തി ഉള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട്.
പക്ഷെ നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പോ എന്നെ കണ്ടിട്ട് നിനക്ക് എന്താണ് തോന്നുന്നത്? ദാരിദ്ര്യം കൊണ്ട് വിശന്ന് വലഞ്ഞു നടക്കുന്ന ഒരു പട്ടിണി ഭൂതം. മന്ത്രമോ തന്ത്രമോ ഒന്നും അറിയാത്തവൻ. നിർത്ത്. നീ എന്നെ കുറിച്ച് എന്താടാ വിചാരിച്ചത്? എനിക്ക് മാന്ത്രിക ശക്തി ഇല്ലെന്നോ? എന്നാ ദാ കണ്ടോളൂ. നീ വളരുകയാണോ? അതെ, ഞാൻ വളരുകയാണ്. വേണമെങ്കിൽ ഇനിയും വളരും. അയ്യോ, ഇനി വളരണ്ട. ഇപ്പൊ തന്നെ എനിക്ക് പേടിയാവുന്നു. ഉയരം കൂടുന്തോറും എനിക്ക് ശക്തിയും കൂടും. ആണോ? അങ്ങനെയാണെങ്കിൽ ഉയരം കുറയും തോറും നിന്റെ ശക്തിയും കുറയും അല്ലേ? ഏയ്, ഉയരം കൂടിയാലും കുറഞ്ഞാലും എന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിക്കില്ല. എന്നാൽ ഇതാ, ഞാൻ എന്റെ ഉയരം കുറയ്ക്കുകയാണ്. ഇതാ കണ്ടോളൂ. ഇപ്പോൾ നീ ഒരു കുട്ടി ഭൂതമായിരിക്കുന്നു. ഇനിയും ചെറുതാകാൻ എനിക്ക് കഴിയും. ഈ ചെപ്പിനെക്കാളും ചെറുതാകാൻ നിനക്ക് കഴിയുമോ? കഴിയും. എങ്കിൽ നീ ചെറുതായി ഈ ചെപ്പിനുള്ളിൽ കയറിയൊന്നിരുന്നേ. ഞാനൊന്ന് കാണട്ടെ നിന്റെ മാന്ത്രിക ശക്തി. ഇതാ കണ്ടോളൂ. കൊള്ളാം, നിന്റെ മാന്ത്രിക ശക്തി അപാരം തന്നെ. എന്നാൽ എന്റെ ബുദ്ധി നീ കണ്ടോളൂ. പഴയതുപോലെ തന്ത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. നല്ല മുയലിനെയോ മാനയോ കിട്ടിയ കാലം മറന്നു. അതൊക്കെ ഒരു കാലം. മലയോളം ആഗ്രഹിച്ചപ്പം എലിയോളം. എലിയെങ്കി എലി. കപ്പയും എലി ഫ്രൈയും. ഇന്നത്തെ കാര്യം കുശാൽ. നീ ആടാ? നിന്നെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്താടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ട്. അല്ലേ വേണ്ട. തിന്നാൻ പോകുന്ന യവന്റെ ഊരും പേരും അറിഞ്ഞിട്ടിപ്പ എന്തിനാ? ഇവിടെ ഭയമല്ല, ബുദ്ധിയാണ് വേണ്ടത്. എത്ര വലിയ കൊമ്പനെയും ബുദ്ധി കൊണ്ട് നേരിടാമെന്ന് അമ്മ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ശ്രമം നടത്തി നോക്കാം. അതേ കുറുക്കച്ച, ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോവുകയാ. കരടിപ്പോത്തോ? അതെന്ത് ജീവി? അതോ, കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ജീവിയാ. കുറുക്കന്റെ ഇറച്ചിയാണ് ഇഷ്ട ഭക്ഷണം. യവൻ പറയുന്നത് സത്യമാകുമോ? അങ്ങനെയും ഒരു ജീവി ഉണ്ടോ? കരടിപ്പോത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ കുറുക്കച്ചൻ എന്റെ കൂടെ പോര്, നമുക്കൊരു പാട്ടൊക്കെ പാടി പോകാന്നേ. അയ്യോ, വരാമായിരുന്നു. ഇന്നെന്റെ ഒരു ബന്ധുവിന്റെ പിറന്നാളാണ്. അങ്ങോട്ട് പോകുക. നീ പൊക്കോ. അയ്യോ, അതിന്റെ പേര് കേട്ടപ്പോഴേ തല കറങ്ങുന്നു. വേഗം നടക്കാം. കുറെ നേരമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒരു ചെറിയ മൊയില് കുഞ്ഞെങ്കിലും ഈ വഴി പോയിരുന്നെങ്കിൽ. വിശക്കുന്നല്ലോ. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. റൂട്ട് മാറ്റാം. ആഹാ, കൊള്ളാവല്ലോ. എലി എങ്കി എലി. നിനക്കെന്താ കണ്ണു കണ്ടൂടെ? ഒരാളുടെ മുന്നിൽ വന്നാണോ ചാടുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്നെ കണ്ട സാധാരണ ചെറിയ ജീവികളെല്ലാം ഭയപ്പെടാറുണ്ട്. ഓഹോ, നിന്നെ കണ്ടിട്ടേ കുളിച്ച് കുട്ടപ്പനായിട്ടുള്ള ഒരു സുന്ദരനായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ.
ഛെ, പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലെന്നേ. പിന്നെ ഓ, ഒന്നും മനസ്സിലാവാത്തതുപോലെ. ഇവനാളൊരു പൊട്ടനാണെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചാൽ സുഖമായി രക്ഷപ്പെടാം. ഓ ശരി ശരി, നീ ഒരു സംഭവം തന്നെ. ഇനി എന്തോ വേണം? എനിക്ക് നിന്നെ തിന്നണം. ഞാനേ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാ. ഏ, കരടിപ്പോത്തോ? അതെ, കരടിയുടെ ഉടലും പോത്തിന്റെ തലയും. പക്ഷികളാണ് എന്റെ ചങ്ങാതിയുടെ ഇഷ്ട ഭക്ഷണം. നീയും പോരെ, നമുക്കൊരു പാട്ടൊക്കെ പാടി പതിയെ അങ്ങ് പോവാം. നിന്നെ എന്റെ ചങ്ങാതിക്ക് ഒത്തിരി ഇഷ്ടമാവും. വാ. അയ്യോ എലിക്കുട്ട, എനിക്ക് നല്ല സുഖമില്ല. പനിയാ, ചെറിയ ചുമയും ഉണ്ട്. നീ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. മണ്ടൻ, എന്ത് പൊട്ടത്തരവും വിശ്വസിക്കുന്നവർ ഇവിടെ ഉള്ളത് എന്റെ ഭാഗ്യം. ഓ നീയായിരുന്നു. നിനക്കെന്താടാ, എന്നെ കണ്ടിട്ട് പേടിയാകുന്നില്ലേ? അയ്യോ ഞാൻ പേടിച്ചേ, അയ്യോ ഞാൻ പേടിച്ചേ. 2 പ്രാവശ്യം പേടിച്ചു. നീ ഒന്നുകൂടെ പേടിക്കട്ടെ? നീ എന്നെ പരിഹസിക്കുകയാണോ? അയ്യോ അല്ലല്ല, ഞാൻ പേടിച്ചതാ. ഇവനെയും എങ്ങനെയെങ്കിലും ഓടിച്ചേ പറ്റൂ. ഹേ, നീ എന്താ ഇങ്ങനെ നോക്കി നിന്ന് എന്നെ ഭംഗി കാണുവാണോ? ഞാൻ നിന്നെ വിഴുങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുവായിരുന്നു. ഓഹോ, എങ്കിൽ നീ കുറച്ച് കാത്തിരിക്കണം. എന്തിന്? ഞാൻ എന്റെ ഉറ്റ ചങ്ങാതി കരടിപ്പോത്തിന്റെ വീട്ടിലേക്ക് പോകുക. കരടിപ്പോത്തോ? അതാരാ? അതോ, കരടിയുടെ രൂപവും പോത്തിന്റെ തലയുമുള്ള ഒരു ജീവി. എല്ലില്ലാത്ത ഇറച്ചിയാണ് അവന് പ്രിയം, പ്രത്യേകിച്ച് പാമ്പിന്റെ. അതാരാ? അങ്ങനെ ഒരു ജീവി ഉണ്ടോ? ഉണ്ടായത് കൊണ്ടല്ലേ പോകുന്നേ. നീയും കൂടെ വാ, നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങ് പോവാം. അയ്യോ ചങ്ങാതി, ഇന്ന് പറ്റില്ല. നീ പൊയ്ക്കോ പൊയ്ക്കോ. ഹാവ്, രക്ഷപ്പെട്ടു. നാ, 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 നാ. ഹ, അയ്യോ ഞാനാരാ? അല്ലല്ല, ഇതാരാ? അല്ല, നീ ആരാ? നീ ഒരു എലിയാണല്ലേ? ഇവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം. ചോദിച്ചത് നീ കേട്ടില്ലേ? അതെ, ഞാൻ എലിയാണ്. അതിന് നിനക്കെന്താ വേണ്ടത്? എന്തു പറഞ്ഞു നീ? എന്നെ അപമാനിക്കാൻ ആരും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അത് നീ ധൈര്യമുള്ളവന്റെ മുന്നിൽ പോകാത്തത് കൊണ്ട് തോന്നുന്നതാ. നിന്നെ ഞാൻ ഓ പിന്നെ, ഒന്ന് പോടാ ഭീകര. ഞാൻ ആരാണെന്നാ നിന്റെ വിചാരം? ഈ വനത്തിലെ സകല ജീവികളും എന്നെ കണ്ടാൽ ഭയപ്പെടും. നുണ പറയാതെ, എങ്കിൽ തെളിയിച്ചു കാണിക്കൂ. ശരി, നീ എന്റെ പിന്നാലെ വാ. ഞാൻ ആരാന്ന് നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ. എന്നാൽ അതൊന്ന് കണ്ടിട്ടേ കാര്യമുള്ളൂ. ഹേ, അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ചെയ്യരുത്. ഇവൻ ആളൊരു സംഭവമാണെന്ന് തോന്നുന്നല്ലോ. ഹേയ്, അവൻ പറഞ്ഞത് സത്യമാണല്ലോ. ഇവൻ ആള് നിസ്സാരനല്ലല്ലോ. അയ്യോ, അത് എലി പറഞ്ഞ അവന്റെ ചങ്ങാതി കരടിപ്പോത്തല്ലേ? ഞാനൊരു പാവം കരടിയാണേ. അയ്യോ, എന്നോട് ക്ഷമിക്കണേ. അറിവില്ലാതെ വെല്ലുവിളിച്ചതാണേ. അങ്ങയുടെ ശക്തി എനിക്ക് ബോധ്യമായി. എന്നെ പോകാൻ അനുവദിക്കണം. ശരി, ഞാൻ ക്ഷമിച്ചു. ഇനി എന്റെ മുന്നിൽ വരരുത്. പൊയ്ക്കോ. പൊട്ടനും പോയി, മണ്ണനും പോയി, ജീവനും കിട്ടി.